പശ്ചിമേഷ്യൻ സംഘർഷം ഹോർമുസിൽ കേന്ദ്രീകരിക്കുകയാണ്. ഹോർമുസിന്റെ നിയന്ത്രണം നിലനിർത്താൻ ഇറാൻ ശ്രമിക്കുന്നു. എന്നാൽ ഹോർമുസിൽ ഇറാന്റെ കുത്തക അംഗീകരിക്കാൻ US തയ്യാറല്ല. ഇറാനിലെ തുറമുഖങ്ങൾക്ക് വീണ്ടും നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കൂടാതെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ ചരക്കുകൾക്ക് 20% നികുതി ഈടാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് അമേരിക്കയാണ്. അതിനാൽ അതുവഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് അമേരിക്കയ്ക്ക് പ്രതിഫലം ലഭിക്കണമെന്നും ട്രംപ് വാദിക്കുന്നു. അമേരിക്കയെ ഹോർമുസ് കടലിടുക്കിന്റെ രക്ഷകൻ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഹോർമുസ് നിയന്ത്രിക്കാൻ USന് കഴിയുമോ? അത്ര എളുപ്പമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളും പറയുന്നത് അത് തന്നെയാണ്. ട്രംപിന്റെ ഹോർമുസ് ഏറ്റെടുക്കൽ പദ്ധതി നടപ്പിലാക്കാൻ നിയമപരവും പ്രായോഗികവുമായ തടസ്സങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ. മാത്രമല്ല, ട്രംപിന്റെ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ലോക വ്യാപാരത്തെയും എണ്ണവിലയെയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും വലിയ രീതിയിൽ ബാധിക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രംപിന്റെ ഉദ്ദേശവും വ്യക്തമാണ്. ട്രംപ് ആവർത്തിച്ചു പറയുന്നതും അതുതന്നെയാണ്. എങ്ങനെയും ഹോർമുസിന്റെ നിയന്ത്രണം കൈവശപ്പെടുത്തുക. അതിനിടെ ഇറാനിലെ തുറമുഖങ്ങൾക്ക് വീണ്ടും അമേരിക്കൻ നാവികസേന ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ മറ്റ് രാജ്യങ്ങളിലെ വ്യാപാര കപ്പലുകളുടെ യാത്ര തുടരാൻ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ പുതിയ നിയമപ്രകാരം ഇറാനുമായി വ്യാപാരം നടത്തുന്ന കപ്പലുകൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തും. മറ്റെല്ലാ രാജ്യങ്ങളുടെയും വ്യാപാര കപ്പലുകൾക്ക് അവർ കൊണ്ടുപോകുന്ന ചരക്കുകളുടെ മൂല്യത്തിന്റെ 20% അമേരിക്കൻ സർക്കാരിന് ഫീസായി നൽകണം. ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നുവെക്കാൻ അമേരിക്കൻ സൈന്യം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായാണ് ഈ തുക ഈടാക്കുന്നതെന്ന് ട്രംപ് പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് നിയമപരമായി ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനാകുമോ? ഹോർമുസ് കടലിടുക്ക് വളരെ ഇടുങ്ങിയ ഒരു കടൽപാതയാണ്. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഇതിന്റെ വീതി ഏകദേശം 21 മുതൽ 24 നോട്ടിക്കൽ മൈൽ വരെയാണ്. ഇതിന്റെ വടക്കുഭാഗത്ത് ഇറാനും തെക്കുഭാഗത്ത് ഒമാനുമാണുള്ളത്. ഈ കടലിടുക്കാണ് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഏക സമുദ്രമാർഗം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നാണ് ഇത്. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ ഉടമ്പടി പ്രകാരവും വർഷങ്ങളായി പാലിച്ചു വരുന്ന അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ പ്രകാരവും എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും ഹോർമുസ് പോലുള്ള അന്താരാഷ്ട്ര കടലിടുക്കുകളിലൂടെ തടസ്സമില്ലാതെ സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അതിനാൽ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ അവിടെ സ്വന്തം നിയമങ്ങൾ നടപ്പിലാക്കുകയോ ചെയ്യാനുള്ള നിയമപരമായ അധികാരമില്ല. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ പ്രകാരം ഒരു വിദേശ രാജ്യത്തിന് അന്താരാഷ്ട്ര കടൽപാതയിലൂടെ കപ്പലുകൾ കടന്നുപോകാൻ നിർബന്ധിതമായി ടോൾ അല്ലെങ്കിൽ ഫീസ് ഈടാക്കാൻ അനുമതിയില്ല. അന്താരാഷ്ട്ര സമുദ്ര സംഘടന അഥവാ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് പോലുള്ള അന്താരാഷ്ട്ര കടലിടുക്കുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് നിർബന്ധിതമായി യാത്രാ ഫീസ് ഈടാക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങളിൽ വ്യവസ്ഥയില്ലെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പറയുന്നത്. കൂടാതെ ഹോർമുസ് കടലിടുക്കിലെ പ്രധാന കപ്പൽപാത ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക സമുദ്ര പരിധിക്കുള്ളിലാണ്. അതിനാൽ അമേരിക്ക പോലുള്ള ഒരു പുറം രാജ്യം സ്വമേധയാ ടോൾ സംവിധാനം ഏർപ്പെടുത്തിയാൽ നിലവിലുള്ള അന്താരാഷ്ട്ര സമുദ്ര നിയമപ്രകാരം അതിന് നിയമപരമായ അംഗീകാരമോ പിന്തുണയോ ഉണ്ടാകില്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട്.